ഏറെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സഖാവ് സ്വപ്ന ജോയി, പാമ്പാടുംപാറ ഡിവിഷനിൽ നിന്നും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സഖാവ് മോളമ്മ സുരേന്ദ്രൻ, നിലവിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും 15-ാം വാർഡ് സ്ഥാനാർത്ഥിയുമായ ബേബിച്ചൻ മാഷ്, 11-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സഖാവ് ജിഷ, ഈ യോഗം ശ്രവിക്കുന്ന നല്ലവരായ പാമ്പാടുംപാറ നിവാസികളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, പാമ്പാടുംപാറക്കാർ എന്തുകൊണ്ടും വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരേ വേദിയിൽ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ കേൾക്കാൻ ആഗ്രഹം സാധിക്കുക എന്നുള്ളത് വലിയ അനുഭവമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ സ്വീകരണം വാങ്ങുന്നതിന് മുമ്പ് UDFന്റെ സ്ഥാനാർത്ഥികൾ ഇതേ വേദിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിച്ചിരുന്നു. അവർ കഴിഞ്ഞ കാലത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെയും പാമ്പാടുംപാറ പഞ്ചായത്തിന്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചപ്പോൾ ആ കള്ളക്കഥകളെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് കഴിഞ്ഞ 9.5 വർഷക്കാലം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സംസ്ഥാനത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ എങ്ങനെയാണ് കൂടെ നിർത്തിയത് എന്ന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ട്. മാത്രവുമല്ല, 25 വർഷങ്ങൾക്ക് ശേഷമാണ് പാമ്പാടുംപാറ പഞ്ചായത്തിന്റെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് എത്തിയത്. 25 വർഷത്തെ വികസന മുരടിപ്പ് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട അവസ്ഥയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. അപ്പം എനിക്കെതിരെ മത്സരിക്കുകയും നിലവിൽ മെമ്പറായിരിക്കുകയും ചെയ്യുന്ന UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ എന്തോ വലിയ ആക്ഷേപമെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇന്നലെ വോട്ടഭ്യർത്ഥിച്ച കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് മറ്റൊന്നും പറയാനില്ല, ഭരണസമിതിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനില്ല, അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ എന്താണ് എന്ന് പറയാനില്ല. ഞങ്ങൾ പറഞ്ഞത് രഹസ്യമായല്ല. പാമ്പാടുംപാറ ഒരു പഞ്ചായത്ത് ആസ്ഥാനമാണ്. ഈ പഞ്ചായത്ത് ആസ്ഥാനത്ത് നമുക്കൊരു 500 പേർക്ക് പോലും ഒന്നിച്ചിരുന്ന് യോഗം ചേരുന്നതിനുള്ള ഒരു ഓഡിറ്റോറിയം ഇല്ല എന്നുള്ള വസ്തുത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും പാമ്പാടുംപാറ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ പാമ്പാടുംപാറയിൽ ഒരു മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. ഒരു 50 വർഷം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നിർമ്മാണങ്ങളാണിപ്പോൾ സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടുകൂടി പാമ്പാടുംപാറയിൽ 2000 പേർക്കെങ്കിലും ഒന്നിച്ചിരുന്ന് യോഗം നടത്താൻ പറ്റുന്ന ഏറ്റവും അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഒരു ഓഡിറ്റോറിയവും അതോടൊപ്പം സാധാരണക്കാർക്ക് അവരുടെ വിവാഹമോ അവരുടെ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളോ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളോ നടത്തുന്നതിന് 500 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു മിനി ഓഡിറ്റോറിയവും ആ മിനി ഓഡിറ്റോറിയത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ പരിപാടികൾക്ക് വരുന്നവർക്ക് താമസ സൗകര്യം കൂടി ഒരുക്കിക്കൊണ്ട് ഒരു മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം പാമ്പാടുംപാറയിൽ ഈ ജനങ്ങളുടെ ആഗ്രഹമാണ്. നമ്മുടെ പ്രദേശത്തെ ആളുകൾ വിവാഹത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി പുളിയമ്മലയിലേക്കും കട്ടപ്പനയിലേക്കും നെടുങ്കണ്ടത്തേക്കും ചേമ്പളത്തേക്കും തൂക്കുപാലത്തേക്കും മുണ്ടേരുമയിലേക്കും പോകുന്നുവെങ്കിൽ ഈ സൗകര്യം ഇവിടെ ഇല്ലാത്തതിന്റെ പേരിലേക്കാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്.
അവർക്ക് സഹായകരമാകുന്ന രീതിയിൽ ഏറ്റവും സൗകര്യപ്രദമായ ഓഡിറ്റോറിയം നിർമ്മിക്കുമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അത് വാഗ്ദാനം ചെയ്യുമ്പോൾ പാമ്പാടുംപാറ എന്നുള്ള പേരിന് ഏറ്റവും അർത്ഥവത്തായി നിൽക്കുന്നത് പാമ്പാടുംപാറ എസ്റ്റേറ്റ് തന്നെയാണ്. 1947 ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു പോകുമ്പോൾ ഇവിടുത്തെ ഭാസ്കർ മുതലാളിക്ക് തോട്ടം കൈമാറിയതിന്റെ ഭാഗമായി ആ പാമ്പാടുംപാറ എസ്റ്റേറ്റാണ് ഇന്ന് ഈ നാടിന് പുറത്ത് പാമ്പാടുംപാറ എസ്റ്റേറ്റ്, ഭാസ്കർ മുതലാളിയുടെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്മരണാർത്ഥം നമ്മൾ ഈ മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം നിർമ്മിക്കണം എന്നാണ് ഞങ്ങൾ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് പാമ്പാടുംപാറയിലെ മാത്രമല്ല, നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണം. ഇതൊരു മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന പ്രദേശമാണ് പുതുക്കാട് നഗർ. ആ പുതുക്കാട് നഗറിൽ അംഗൻവാടിയും അവിടുത്തെ TV സെന്ററും ഏറ്റവും ശോചനീയമായ അവസ്ഥയിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരികയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിച്ചു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെയും ഏറ്റവും ആധുനികമായ അംഗൻവാടിയും അവിടെ ഒരു ലൈബ്രറി സംവിധാനവും കുട്ടികൾക്ക് ട്യൂഷൻ പഠിക്കാനുള്ള സംവിധാനവും അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർക്ക് യോഗം ചേരാനുള്ള സംവിധാനവും അതോടൊപ്പം അവിടുത്തുകാർക്ക് അവരുടേതായ ചെറിയ പരിപാടികൾ നടത്തുന്നതിനുള്ള ഒരു ഓഡിറ്റോറിയവും അതുപോലെ പൂവേഴ്സുകൊണ്ട് പ്രദേശത്ത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവുമായ ലൈബ്രറിയുടെ പ്രവർത്തനം, ആ ലൈബ്രറിക്ക് സ്വന്തമായ ഒരു കെട്ടിടം, മന്നാക്കുടി പ്രദേശത്തെ റോഡുകളുടെയും മറ്റും അടിസ്ഥാനപരമായ വികസനം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവര് പറയുന്നത് കഴിഞ്ഞ 10 വർഷം ഇരുന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. 10 വർഷം ഇരുന്നപ്പോഴാണ് പാമ്പാടുംപാറ മന്നാക്കുടി റോഡ് യാഥാർത്ഥ്യമായത്. KK ജയചന്ദ്രൻ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാമ്പാടും മന്നാക്കുടി പ്രദേശവാസികൾ വലിയ തോവാളായി എഴുകുമ്മേൽ ചേമ്പളം വഴി പാമ്പാടുംപാറ പഞ്ചായത്തിലേക്ക് വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 2010 ഞാൻ തന്നെ മെമ്പറായി വരുന്ന ഘട്ടത്തിലാണ് ആ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ആ റോഡ് 8.5 കോടി രൂപ മുടക്കി BMBC നിലവാരത്തിലേക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ താമസിക്കുന്ന പ്രദേശമായ പുതുക്കാട് കോളനിയിൽ അന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ള പ്രശ്നമായിരുന്നു. എറണാകുളത്ത് നിന്നുള്ള ഇടതുപക്ഷ രാജ്യസഭാ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുകയും എല്ലാവരുടെയും വീടുകളിലേക്ക് പൈപ്പ് കണക്ഷൻ നൽകുകയും ചെയ്തത് 2010 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പറായി ഞാൻ വന്നതിന് ശേഷമാണ്. ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ 15-ാം വാർഡിലും 12-ാം വാർഡിലും നടത്തിയിട്ടുള്ള വികസനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ വോട്ടർമാരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നത്. ആ വോട്ടഭ്യർത്ഥിക്കുമ്പോൾ അതിനെ ഏറ്റവും ലാഘവത്തോടു കൂടി കാണുകയാണ് എതിർ സ്ഥാനാർത്ഥികളും UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരേണ്ടതുണ്ട്. പഞ്ചായത്തിന്റെ വികസനം ഇപ്പം കോൺഗ്രസ് തീരുമാനിച്ചതിൽ നിന്നും അരമണിക്കൂർ മുമ്പാണ് UDF സ്വീകരണം ഇവിടെ എത്തിയത്. അങ്ങനെ എത്താനുണ്ടായ സാഹചര്യം, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന റോഡിലൂടെയല്ല ഇപ്പം യാത്ര ചെയ്യുന്നത്. ഇപ്പം ഇടതുപക്ഷം ഭരിച്ച പഞ്ചായത്ത് റോഡുകളിലൂടെയും മണിയാശാന്റെ റോഡിലെയും കൂടെ വാഹന ഗതാഗതങ്ങൾക്ക് ഏറ്റവും മികച്ച റോഡ് സംവിധാനം വരുമ്പോൾ സമയം നേരത്തെ ഓടിയെത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ അടക്കം മികച്ച റോഡ് സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് മണിയാശാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പാമ്പാടുംപാറ പഞ്ചായത്തും കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച നൽകിക്കൊണ്ട് നമ്മുടെ പാമ്പാടുംപാറ ടൗണിന്റെ അടക്കം വികസനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് എന്നെയും എന്റെ ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിലും എന്നോടൊപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്വപ്ന ജോയിക്ക് അരിവാൾ നെൽക്കതിർ അടയാളത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മോളമ്മ സുരേന്ദ്രന്
ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിലും 11ാം വാർഡിൽ മത്സരിക്കുന്ന ജിഷയ്ക്ക് ചുറ്റിക അരിവാൾ നെൽക്കതർ അടയാളത്തിലും അതോടൊപ്പം പാമ്പാടമ്പാറ ടൗണിന്റെ ഒരു ഭാഗം ഉൾപ്പെടുന്ന 1ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന അനില ടീച്ചറിന് ടെലിവിഷൻ അടയാളത്തിലും നിങ്ങളുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം വോട്ടുകൾ സമാഹരിച്ച് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ തെരഞ്ഞെടുക്കണമെന്നും അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അതിന് നേതൃപരമായ പങ്കുവഹിക്കേണ്ട നിലവിലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം 1995 മുതൽ പഞ്ചായത്തിന്റെ വികസന ക്ഷേമകാര്യ ചെയർമാനും വൈസ് പ്രസിഡന്റുമായി എല്ലാം പ്രവർത്തിച്ച് പരിചയമുള്ള ഏറ്റവും പ്രിയപ്പെട്ട പാവങ്ങളുടെ പടത്തലവനായി നിൽക്കുന്ന നമ്മുടെ ബേബിച്ചൻ മാഷിന് 2 അടയാളത്തിലും നിങ്ങളുടെ വോട്ടുകൾ നൽകി എല്ലാവരെയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.